മോനെ അനിയ, ആ ഏട്ടൻ വന്നോ? ഈ ഓഫീസിൽ പോണതിന് മുന്നേ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, ചെയ്തായിരുന്നോ? എന്നായിരുന്നു ഏട്ടാ? തുണി അലക്കിടാൻ പറഞ്ഞു. തുണി അലക്കുന്ന കാര്യം ഞാനങ്ങ് മറന്നുപോയി. ബാത്റൂം കഴുകിയിട്ടായിരുന്നു. ബാത്റൂം കഴുകാൻ തുടങ്ങിയത് ഇപ്പൊ ഹാർപ്പിക്കില്ല. നാളെ ചേട്ടൻ പുറത്തു പോകുമ്പോൾ ഹാർപ്പിക്ക് ഒരെണ്ണം വാങ്ങിച്ചേക്കണേ. റേഷൻ കടയിൽ പോയിട്ട് എന്തേ? റേഷൻ കട പോകാനായിട്ട് സഞ്ചി നോക്കിയപ്പോൾ സഞ്ചിയിൽ ഓട്ട. നാളെ ഹാർപ്പിക്ക് വാങ്ങുമ്പോഴേ കൂടെ ഓട്ടയില്ലാത്തൊരു സഞ്ചിയോട് സംഘടിപ്പിച്ചേക്കണേ. നാളെ പോവാം. എടാ ശരാ, കാര്യം നീ എൻ്റെ അനിയനൊക്കെ തന്നെയാണ്. പക്ഷെ ഇമാതിരി ഊടായ്പ ന്യായം പറഞ്ഞുകൊണ്ട് ഈ വീട്ടിലെ പണിയൊന്നും എടുക്കാതെ ഇവിടെ കഴിയാമെന്ന് നീ വിചാരിക്കണ്ട. മനസ്സിലായല്ല, ഞാൻ ഇവിടെ നിന്നെ വാഴിപ്പിക്കൂല. ഇയാളെന്തിനാ എന്നെ വിളിക്കുന്നത്? ഹലോ, എന്താ ഏട്ടാ? ഈ പരിപാടി അവസാനിപ്പിക്കാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഇതിപ്പോ തീരും ചേട്ടാ, 2-3 വർഷം കൂടെ ഉള്ളൂ. ഇത് തീർക്കണ കാര്യമില്ല. നിനക്ക് പണിക്ക് പോകാൻ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാന്ന്? ഏട്ടാ, നീ ഇടക്കിടക്ക് എന്നെ ചേട്ടാ ചേട്ടാന്ന് വിളിക്കണുണ്ടല്ലോ. നിനക്ക് ഡൗട്ട് ഉണ്ടോ ഞാൻ നിന്റെ സ്വന്തം ചേട്ടൻ തന്നെയാണോ? അതല്ല ഏട്ടാ, അച്ഛൻ കുറെ അടുത്ത് പണിക്ക് പോയതല്ലേ, അതുകൊണ്ടേ. ഏട്ടാ, നമ്മൾ ഈ ഹാർപ്പിക്കൊക്കെ യൂസ് ചെയ്യുമ്പോഴേ മിച്ചം വരുന്ന 1% കീടാണുമില്ലേ. ചിലപ്പോഴൊക്കെ ചേട്ടൻ എന്നോട് അതുപോലെ പെരുമാറുന്നു. നീ ഇവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് എത്ര നാള്? 1 2 3 4 5 6 മാസമല്ല ഏട്ടാ? അത് കഴിഞ്ഞ മാസം. ഇത് 7ാമത്തെ മാസം. അറിയോ? 7 മാസമല്ലേ? രക്ഷപ്പെടണം. എടാ ശരാ, സത്യം പറ, നീ വീട്ടിൽ നിന്ന് മനഃപൂർവ്വം ഇറക്കി വിട്ടതല്ലേ? അനിയൻ ജോലിക്ക് പോയിട്ട് ചേട്ടനെയാണ് പോറ്റുന്നതെങ്കിൽ ചേട്ടൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പൊളിറ്റിക്കൽ ചർച്ച. പക്ഷെ ഇവിടെ അങ്ങനെയാണോ ഏട്ടാ? എനിക്ക് കുറച്ച് സമയം എന്താ ഏട്ടാ, ഞാൻ അതിന്റെ രക്ഷപ്പെട്ടെ. ഈ റൂമിന് എത്ര രൂപ വാടക എന്നറിയോ? 5000 രൂപ. 5000 രൂപയോ? ഈ സ്പൈഡർമാനായിട്ട് ഈ പൊട്ട റൂമിനോ? ചേട്ടനെ ആരൊക്കെ വെച്ചാൽ ചതിക്കുവോ ഏട്ടാ? ചതിച്ചതാണെങ്കിലും അല്ലെങ്കിലും മാസം ഞാൻ 5000 രൂപ വെച്ച് കൊടുക്കുന്നുണ്ട്. കറണ്ട് ആശ എത്ര രൂപ എന്നറിയോ? എത്ര ഏട്ടാ? 2000 രൂപ. ചേട്ടന് കറണ്ടൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് യൂസ് ചെയ്തൂടെ? കഴിഞ്ഞ ദിവസം ഞാനാണ് ലൈറ്റ് ഓഫ് ചെയ്ത്. നീ ശ്രദ്ധിക്കണം കേട്ടോ ഏട്ടാ. മാസം ഞാൻ വാട്ടർ ബില്ല് കൊടുക്കുന്നുണ്ട് 1000 രൂപ വെച്ച്. അതുകൊണ്ട് ഞാനല്ല, ഞാൻ ആഴ്ച ഒരിക്കലേ കുളിക്കുന്നതന്നെ. എടാ, ഞാൻ ഉദ്ദേശിച്ചത് ഈ റെൻ്റൊക്കെ ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നിനക്ക് പകരം വേറെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കതൊക്കെ സ്പ്ലിറ്റ് ചെയ്യാം. ഇപ്പം നീ എന്നെ ഓസിയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നീ ഇട്ടേക്കണ ബനിയൻ, നീ ഇട്ടേക്കണ നിക്കർ, ഉള്ളിൽ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ എൻ്റെ സ്വന്തം. നാണല്ലേ ഇങ്ങനെ എന്നെ ഓസി ജീവിക്കാനായിട്ട്? ചേട്ടാ, പണ്ട് ചേട്ടൻ ഉപയോഗിച്ച ഷർട്ട്, ചേട്ടൻ ഉപയോഗിച്ച നിക്കർ, ചേട്ടൻ ഉപയോഗിച്ച സൈക്കിളൊക്കെ അല്ലേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. വന്ന വഴി മറക്കുന്നവനല്ല ഏട്ടാ ഇഷ്ടമാണ്. നമ്മൾ തമ്മിൽ എത്ര വയസ്സ് ഡിഫറൻസ് ഉണ്ടോ? എണ്ണണ്ട 1 വയസ്സ് ഡിഫറൻസ് ആണോ? എന്താ, ആരാണ് ഈ നേരത്ത്? ചെന്ന് നോക്കട്ടാ, ചേട്ടൻ സർപ്രൈസാ. സർപ്രൈസാ? എന്ത് സർപ്രൈസ്? എന്തായിരുന്നു സാർ ഓർഡർ? ഞാനൊന്നും ഓർഡർ ചെയ്തിട്ടില്ലല്ലോ. സാർ അല്ലാതെ വേറെ ഏതെങ്കിലും സാർമാരുണ്ടോ അവിടെ? ഇതെന്താണ്, സ്കൂളോ? സാർ എനിക്ക് ഇപ്പൊ ചിരിക്കാൻ സമയമില്ല. സാർ ഇത് വാങ്ങുമായിരുന്നെങ്കിൽ എനിക്ക് പോവായിരുന്നു. ചേട്ടാ, അതിങ്ങ് മേടിച്ചോ. താങ്ക് യു. ചിക്കൻ ബിരിയാണി. നീ എങ്ങനെ ഓർഡർ ചെയ്ത്? ഓൺലൈനിലല്ലേ വന്ന സാധനം? മൈ ഡിയർ ബ്രദറെ, ഇത് മേടിക്കാൻ നിനക്ക് കാശ് എവിടെ നിന്ന് കിട്ടി? കഴിക്കുമ്പോഴെങ്കിലും കാശായിട്ട് നോക്കലേട്ടായി. നിന്റെ കാശൊക്കെ ഉണ്ടല്ലേ? നീ ഇത് മേടിച്ചെന്ന സ്ഥിതിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമൊക്കെ നീ കാര്യം. ഞാനത് കാര്യം എടുക്കത്തില്ലേ. ഹലോ, നേരത്തെ പറഞ്ഞതൊക്കെ കാര്യമൊക്കെ എടുത്ത് ഒരു ജോലിയൊക്കെ മേടിച്ച് എന്നെ സഹായിക്കണോന്ന്. ഏട്ടാ, ഒരു പ്ലേറ്റ് എടുത്തിട്ടോ, നമുക്ക് ബിരിയാണി കഴിക്കാം. ഒരു പ്ലേറ്റ്? അപ്പം നിനക്ക് വേണ്ടേ? എനിക്കുള്ള പ്ലേറ്റ് ഇവിടെ ഓൾറെഡി ഉണ്ടല്ലോ.
എന്താടാ? എടാ നിനക്ക് തരാനുള്ള 400 രൂപ നിന്റെ അനിയന്റെ ഫോണിലേക്ക് അയച്ചായിരുന്നു, നിനക്ക് കിട്ടിയായിരുന്നോ? കൊടുത്തില്ല. ഒന്ന് നോക്കട്ടാ, ചെന്ന സർപ്രൈസാ. ആടാ കിട്ടി കിട്ടി. അനിയാ. ഓ വേണമെന്നില്ലടാ ചേട്ടനെ. എന്താ ചെലവൊക്കെ ആയിട്ട് നമുക്ക് കഴിക്കണ്ടേ? നമ്മുടെ അച്ഛനമ്മക്കും വേണ്ടിയിട്ട് ഇത്രയെങ്കിലും ഞാൻ ചെയ്യണ്ടേ?